ഊഹിക്കുന്ന ആള്. അതെ. അങ്ങനത്തെ ആൾക്കാർ വന്നിട്ടുണ്ടോ? ഈ സ്കെപ്റ്റിക്കൽ ഒരുപാട് ആയിട്ടുള്ള ഒട്ടും ആൾക്കാരുണ്ട്. വിശ്വാസം ഒട്ടും ഇല്ലാത്ത വിശ്വാസമില്ലാത്ത അവിടെ ആൾക്കാരുണ്ട്. വന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഫേക്ക് അല്ലേ, നിങ്ങൾ പറയണൊക്കെ കള്ളത്തരല്ലേ, ഇതൊക്കെ സത്യമാണോ, അങ്ങനെ ആൾക്കാർ അല്ല വരാറുണ്ടോ? അങ്ങനെ പറയില്ല. കാരണം വിശ്വാസമില്ലാത്താരും വരാറില്ല. എന്താ അവര് വന്ന് പറയാ കാരണം വിശ്വാസം ഇല്ല? അതെന്താ അങ്കിൾ അങ്ങനെ വിശ്വാസമില്ലാത്ത പറഞ്ഞത്? വിശ്വാസമില്ലാത്തവരാരും വരാറില്ല. മോഡേൺ മെഡിസിനിൽ വിശ്വാസമില്ലാത്തവരാരും വരാറുണ്ടോ? വിശ്വാസമില്ലാത്തവരും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും വരും. വിശ്വാസമില്ലാത്ത അവിടെ ആൾക്കാരുണ്ട്. വന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഫേക്ക് അല്ലേ, നിങ്ങൾ പറയണൊക്കെ കള്ളത്തരല്ലേ, ഇതൊക്കെ സത്യമാണോ, അങ്ങനെ ആൾക്കാർ അല്ല വരാറുണ്ടോ? അങ്ങനെ പറയില്ല. കാരണം വിശ്വാസമില്ലാത്താരും വരാറില്ല. എന്താ അവര് വന്ന് പറയാ കാരണം വിശ്വാസം കുറച്ച് കുറവാണെങ്കിൽ? ഒന്നത്തെ കാര്യം വിശ്വാസമില്ലാത്ത ആരും തന്നെ വരേണ്ട കാര്യമില്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം വരുമ്പോ തന്നെ ഡോക്ടർ സംശയമുള്ളവർ. സംശയമുള്ള അത് എന്തായാലും ചോദിക്കുക. അവര് ഡോക്ടർ ഇതേപോലെ കേസുകൾ ചികിത്സിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മാറുന്നുണ്ടോ എന്നുള്ളത് ചെയ്യാതെ. ഒബിയസ്ലി നമുക്ക് അറിയാലോ, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അതിന്റെ അകത്ത് ഹോമിയോപ്പതി അല്ലേ എന്നുള്ള സംഭവം ഉണ്ടാവും. ഹോമിയോപ്പതി അല്ലേ ഉണ്ടാവും. ഹോമിയോപ്പതി അല്ലേ, ഇത് മാറുന്നുണ്ടോ? സ്വാഭാവികം സംശയം ഉണ്ടാവും. എന്തോന്നടാ ഇത്? അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത്. അതിനൊരു ഞാൻ പറയാം, പ്രോസസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതെ. അത് ഞാൻ പറയുന്നത് ഒരു മാസം ഒരു സമയം തരൂ. ഒരു മാസം ഒരു സമയം, ഒരുപാട് സമയമല്ല. ഞാൻ 5 മാസം 6 മാസം 1 വർഷം വെറുതെ കണ്ണും പൂട്ടി ചികിത്സിക്കുന്ന ഒരു മാസം ഒരു സമയം തരൂ. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ വരുന്ന മാറ്റങ്ങൾ അവർ ഈ ഒരു മാസം സമയത്തിൽ നിങ്ങൾ ഒരു മാസം സമയം തരും. അതിലെന്തൊക്കെ നമുക്ക് പിഴിയാൻ പറ്റുമോ, എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് പറയും എങ്ങനെയായാലും ഒരു 1 ലക്ഷം രൂപ ഞങ്ങൾ ഉണ്ടാക്കും. നിങ്ങളെ വിറ്റ് ഒരു 1 ലക്ഷം രൂപ അതിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. ഈ പ്രണയിക്കുന്നവർ തമ്മിൽ പറയത്തില്ലേ, തരൂ ഒരു മാസം കൂടി, അതുപോലെയാണ്. നിങ്ങൾ തരൂ ഒരു മാസം കൂടി. ഒരു മാസം ഞാനൊന്ന് സമയം കൂടി തരും. ഒരു മാസം, ഒറ്റ തരും, മാസത്തിന്റെ, അതെ, ഒരു മാസം സമയം തരുമോ? നിങ്ങൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കാം, തരൂ പ്ലീസ്. വരുന്ന ഫിസിക്കലി വരുന്ന മാറ്റങ്ങൾ, ബ്ലഡ് ടെസ്റ്റ് വരുന്ന മാറ്റങ്ങൾ, See it and believe it. ഇത്രേ ഉള്ളൂ. It's as simple as that. See it and believe it. Anyway, നമ്മള് ഇപ്പൊ മോഡേൺ മെഡിസിനിൽ ഇപ്പം ഡോക്ടർ ഷായ്ക്ക് അറിയാം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കണ്ടീഷനുണ്ട്, ഹൃദയത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുട്ടിന് നീ റീപ്ലേസ്മെൻറ്റ്, കണ്ണ് കാറ്ററാക്ട്, ഗ്ലോക്കോമ. ഇതിനൊരു പ്രോട്ടോക്കോളുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നോബഡി ഈസ് ഇൻ ഡൗട്ട്. വിശ്വാസം ഇല്ലെങ്കിൽ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, നിനക്കിതിൽ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരരുത് കേട്ടോ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഇവിടെ മുട്ട് റീപ്ലേസ് ചെയ്യുന്നതിന് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വിശ്വാസം ഉള്ളവനും ഇല്ലാത്തവനും, മിണ്ടാൻ പറ്റുന്നവനും ബോധം കെട്ട് കിടക്കുകയാണ് ആൾ. അവൻ ബോധം കെട്ട് കിടക്കുന്നവൻ്റെ അസുഖം വരെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് മോഡേൺ മെഡിസിൻ. ബിക്കോസ് ദിസ് എ പ്രോട്ടോകോൾ, ദിസ് സയൻസ്. വാട്ട് ഇസ് സയൻസ്? റിപ്പീറ്റബിലിറ്റി.